കലോത്സവ വേദികൾ സജീവമാണ്. കലാപുരം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തെ മരത്തണലുകളും പകൽ നേരം കലോത്സവത്തിന്റെ വേദികളാകും. മത്സരമില്ലാത്ത പ്രകടനങ്ങളും സൗഹൃദത്തിന്റെ വെയിൽ കായുന്ന പകൽ കാഴ്ചകളുമായി VS രഞ്ജിത്ത്. പച്ചത്തലപ്പുകൾ കുടമാറ്റം നടത്തുന്ന തേക്കിൻകാട് മൈതാനിയിലാണ് ഇക്കുറി കലാപൂരം. നിറയെ മരങ്ങളും നിറഞ്ഞ തണലുമാണ് മൈതാനത്തിന്റെ അഴക്. വെയിലിന് ചൂടുപിടിച്ചാൽ പിന്നെ മരത്തണലുകൾ വേദികളാകും. കലാപൂരം നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലാണ്. വെയിലിന് ചൂട് കൂടി വരികയാണ്. പക്ഷേ ഇവിടുത്തെ തണൽ മരച്ചുവടുകൾ ഇനി സംഗീത സന്ദ്രമാകും. കുരുന്ന പ്രതിഭകളുടെ പരിശീലനത്തിന് മരങ്ങൾ തണലേകുന്നു. ഏതാ സ്കൂള്? കഴിഞ്ഞ മത്സരം ഇന്നലെ കഴിഞ്ഞു. അതംഗം എത്ര കാലമായി പഠിക്കുന്നു? അതംഗം ഒരു 5 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിലൊക്കെ വന്നിട്ടുണ്ടോ? മുമ്പ് വന്നിട്ടുണ്ട്. പൂരത്തിന് വന്നിട്ടുണ്ട്. ഈ മരച്ചുവട്ടിലൊക്കെ ഇരുന്നുണ്ടോ? ഇവിടെ ഇരുന്നിട്ടില്ല. മുഷിപ്പില്ലാതെ കാത്തിരിക്കാനും കഥ പറയാനും ഈ തണൽ ധാരാളം. കലോത്സവത്തിന് തിരുവാതിര ഇന്നാണ് 2 മണി. ശ്രമിക്കാൻ വന്നായിരുന്നു. അതെ, മരച്ചുവട്ടിലെ തണലൊക്കെ നല്ല മൈലാഞ്ചി ഇട്ടതാ. തിരുവാതിരക്ക് മൈലാഞ്ചി. മത്സരം കഴിഞ്ഞെത്തുന്നവരുടെ കലാപ്രകടനങ്ങളും ആഘോഷങ്ങൾക്കും മരത്തണൽ സാക്ഷി. കാഴ്ചക്കാരുടെയും ആസ്വാദകരുടെയും ഇടവേളകൾക്കും ഇവിടെ തന്നെ തണൽ. വെയിൽ കൊണ്ടുവരുമ്പോൾ ഒരു ആശ്വാസമല്ലേ ഇങ്ങനെ തണലിരിക്കാൻ. നല്ലൊരു കാറ്റ്, പൊടിയുണ്ടെങ്കിൽ പ്രശ്നമില്ല. ചൂട് വണ്ടിയിൽ ചൂടും കൊണ്ട് വന്നതാണ്. അപ്പോൾ നല്ലൊരു ആശ്വാസം ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സ് ശാന്താവും. വെയിലിനെ പ്രണയിച്ച മരങ്ങൾ മനുഷ്യന് തണലാകുന്ന സുന്ദരമായ കാഴ്ച. പാട്ടുമാട്ടവുമായി അരങ്ങിലെത്തുന്ന കുട്ടിക്കൂട്ടങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് കലയുടെ മറ്റൊരു തണലൊരുക്കുന്ന അപൂർവ സുന്ദര കാഴ്ച. महफिल नी पमरी सा महफिल मैं बार बार किसी पर नजर गई. തേക്കിൻകാട് മൈതാനിയിലെ തണൽ മരങ്ങൾ ഇപ്പോൾ സംഗീത സാന്ദ്രമാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.